നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ബാങ്ക് ജോലികൾ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ വളരെ നല്ല അവസരം. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളിലൊന്നായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ SO തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ റിക്രൂട്ട്മെന്റിലൂടെ മൊത്തത്തിൽ 275 ഒഴിവുകളാണ് നികത്തുന്നത്. IT, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, റിസ്ക് മാനേജ്മെന്റ് തുടങ്ങിയ വിവിധ മേഖലകളിലാണ് ഈ ഒഴിവുകളുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ഒഴിവുകളുടെ എണ്ണം, ലഭ്യമായ വിവിധ പോസ്റ്റുകൾ, വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, പരീക്ഷയുടെ രീതി, അപേക്ഷാ ഫീസ്, അപേക്ഷിക്കേണ്ട വിധം, പ്രധാനപ്പെട്ട തീയതികൾ എന്നിവയാണ്. അതിനാൽ ബാങ്ക് ജോലിക്ക് തയ്യാറെടുക്കുന്നവർ വീഡിയോ മുഴുവനായും കണ്ടുനോക്കൂ. വേക്കൻസി ഡീറ്റെയിൽസ്. ഈ റിക്രൂട്ട്മെന്റിൽ വിവിധ IT ആൻഡ് ഫിനാൻസ് മേഖലകളിൽ നിരവധി തസ്തികകളിലായി 275 ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില പോസ്റ്റുകൾ: സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജാവ 13 ഒഴിവുകൾ, മൊബൈൽ ഡെവലപ്പർ ആൻഡ്രോയിഡ് iOS 3 ഒഴിവുകൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ .NET 6 ഒഴിവുകൾ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ 11 ഒഴിവുകൾ, ഡിജിറ്റൽ ചാനൽ മാനേജർ, ഡിജിറ്റൽ ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് 23 ഒഴിവുകൾ, ലിനക്സ്, സോളാരിസ്, സ്റ്റോറേജ്, SRE, ഓപ്പൺഷിഫ്റ്റ് 14 ഒഴിവുകൾ, വിൻഡോസ്, ആക്റ്റീവ് ഡയറക്ടറി 5 ഒഴിവുകൾ, ക്ലൗഡ് മാനേജർ 5 ഒഴിവുകൾ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, IT ഗവേണൻസ് 38 ഒഴിവുകൾ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി 5 ഒഴിവുകൾ, പ്രൊഡക്ഷൻ സപ്പോർട്ട്, ഡിജിറ്റൽ സപ്പോർട്ട് 26 ഒഴിവുകൾ, എന്റർപ്രൈസ് ഇൻ്റഗ്രേഷൻ ക്ലൗഡ് ആർക്കിടെക്റ്റ് 4 ഒഴിവുകൾ, ദേവ്സെക് ഓപ്സ് 4 ഒഴിവുകൾ, വെബ് സെർവർ, വെബ് ലോജിക് അഡ്മിനിസ്ട്രേറ്റർ 3 ഒഴിവുകൾ, ഡാറ്റ ആർക്കിടെക്റ്റ് 2 ഒഴിവുകൾ, ഡാറ്റ എഞ്ചിനീയർ ETL BI 15 ഒഴിവുകൾ, ഡാറ്റ സയന്റിസ്റ്റ് 6 ഒഴിവുകൾ, ജൻ AI സ്പെഷ്യലിസ്റ്റ് 2 ഒഴിവുകൾ, IT ഓഫീസർ 82 ഒഴിവുകൾ, റിസ്ക് മാനേജർ 4 ഒഴിവുകൾ, ടാക്സേഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് 2 ഒഴിവുകൾ. IT മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ റിക്രൂട്ട്മെന്റ് വളരെ മികച്ച ഒരു അവസരമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ. വിദ്യാഭ്യാസ യോഗ്യത ഓരോ പോസ്റ്റിനും വ്യത്യസ്തമാണ്. പൊതുവെ ആവശ്യമായ ചില യോഗ്യതകൾ: BE or BTech, MCA, കമ്പ്യൂട്ടർ സയൻസ് or IT ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഡിഗ്രി, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ചില പോസ്റ്റുകൾക്ക് IT, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ് പോലുള്ള മേഖലകളിൽ പഠിച്ചവർക്ക് കൂടുതലായി അപേക്ഷിക്കാൻ അവസരം ലഭിക്കും. പ്രായപരിധിയും ഓരോ പോസ്റ്റിനും വ്യത്യസ്തമായിരിക്കും. സാധാരണയായി 27 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. SC, ST, OBC ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ നിയമപ്രകാരം പ്രായ ഇളവ് ലഭിക്കും. കൃത്യമായ യോഗ്യത അറിയാൻ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്: https://sites/2006-02/notification-recruitment_specialist.pdf. സെലക്ഷൻ പ്രോസസ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ്. 1 റിട്ടൺ എക്സാമിനേഷൻ, 2 ഇൻ്റർവ്യൂ. റിട്ടൺ എക്സാമിനേഷൻ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ: പരീക്ഷയുടെ ദൈർഘ്യം 90 മിനിറ്റ്, ചോദ്യങ്ങളുടെ എണ്ണം 90 ചോദ്യങ്ങൾ, മൊത്തം മാർക്ക് 100 മാർക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരീക്ഷയിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. അതായത് തെറ്റായ ഉത്തരങ്ങൾക്ക് മാർക്ക് കുറയുകയില്ല. അതുകൊണ്ട് പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. റിട്ടൺ എക്സാം വിജയകരമായി പാസ്സായവർക്ക് ഇൻ്റർവ്യൂ നടത്തും. ഇൻ്റർവ്യൂ പെർഫോമൻസ് കൂടി പരിഗണിച്ചാണ് ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക. ആപ്ലിക്കേഷൻ ഫീ: SC, ST, PWBD വുമൺസ് കാൻഡിഡേറ്റ്സ് ഫീസ് 175 രൂപ. മറ്റ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 850 രൂപ ഫീസ് അടയ്ക്കാൻ ഉപയോഗിക്കാവുന്ന മാർഗങ്ങൾ: ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, UPI, മൊബൈൽ വാലറ്റ്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രധാന തീയതികൾ: ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്, ഓൾറെഡി സ്റ്റാർട്ട്,
ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേ ടു അപ്ലൈ മാർച്ച് 23, 2026. അതിനാൽ യോഗ്യതയുള്ളവർ അവസാന തീയതിക്ക് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഹൗ ടു അപ്ലൈ. അപേക്ഷിക്കുവാൻ വേണ്ട ഘട്ടങ്ങൾ. സ്റ്റെപ്പ് 1. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക. ഡയറക്റ്റ് ലിങ്ക് ടു അപ്ലൈ https://ibps.in/cbiso/feb26 എന്ന ലിങ്ക് ഓപ്പൺ ചെയ്താൽ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ലഭിക്കും. സ്റ്റെപ്പ് 2. റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിൽ പോകുക. സ്റ്റെപ്പ് 3. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. സ്റ്റെപ്പ് 5. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കുക. സ്റ്റെപ്പ് 6. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ബാങ്ക് ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ നല്ല ഒരു അവസരമാണ്. പ്രത്യേകിച്ച് IT മേഖലയിൽ പഠിച്ചിരുന്നവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് വലിയൊരു അവസരമാണ്. അതിനാൽ യോഗ്യതയുള്ളവർ മാർച്ച് 23 മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കൂ. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതുപോലെ ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ്സ്, PSC അപ്ഡേറ്റ്സ്, ബാങ്ക് ജോബ് ന്യൂസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.